മക്കളെ എല്ലാവർക്കും സുഖമാണെന്നോ? മക്കളിക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് മക്കൾ വിശ്വസിക്കുന്നു. ശരി, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് എന്താ സ്പെഷ്യലാ വീഡിയോയിൽ പറയാൻ പോകുന്ന അറിയാമോ മക്കളെ? അമ്മക്കളി നേരത്തെ ഒരു വീഡിയോയില് ഇതിന്റെ ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായി എന്നുള്ളത് അറിയണ്ടേ? ഇപ്പം ഭയങ്കര ഡിമാൻഡ് അതിന് കേട്ടോ. 31 വിശേഷ ദിവസമാണല്ലോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താ വിശേഷം, എന്താണ് ഡിമാൻഡുള്ള കാര്യം? ഓട്ടം സീസണാണ്, എല്ലാവരും എൻജോയ് ചെയ്യുന്നത്. അടുത്ത് ഇപ്പം ഹാലോവിൻ ഡേ വരുന്നു, അത് കഴിയുമ്പം ക്രിസ്മസ് ആകും. ഇങ്ങനെ പരിപാടികൾ ഇഷ്ടംപോലെ നടക്കുകയാണ്. 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ കളർ കണ്ടാൽ ഒരു രക്ഷയുമില്ല കേട്ടോ, അടിപൊളിയാ. ഇനി അതെടുത്ത് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചില്ല, എടുത്തോടെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പം മക്കളെ വീഡിയോയിലേക്ക് പോകാം. മക്കൾ ഈ മത്തന്റെ പൂവ് പരാഗണം നടത്തുന്നത്, അതിനെപ്പറ്റിയൊക്കെ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പൊ ഇന്ന് നമുക്ക് 2 കായ് വന്നിട്ടുണ്ട് മക്കളെ. ഏകദേശമൊക്കെ നല്ല പഴുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കുറച്ചുകൂടെ പഴുക്കാനുണ്ട്. ഇത് 2 ഞാൻ പറിക്കാൻ പോവാം. കാരണം അവന്മാരെന്തെങ്കിലുമൊക്കെ കുനിഷുപണികൾ കാണിച്ചു വെച്ചാൽ പിന്നെ അതിന്റെ പുറകെ നമ്മൾ നടക്കണം, ഒന്ന് ചെത്തി കളയണം, ചുരണ്ടി കളയണം. എന്തിനാ അതിന് നിൽക്കുന്നേ? നമുക്ക് അങ്ങ് എടുത്തേക്കാം, പ്രശ്നം തീർന്നല്ലോ. ആഹാ, ഞെടുപ്പിന് വലിയ കട്ടിയൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി കളറല്ലേ, നല്ല രസമുണ്ട്. നല്ല ചെറുതാ കേട്ടോ, ഒത്തിരി വലിപ്പമൊന്നും ഇല്ല, എങ്കിലും കുഴപ്പമില്ല. ഇത് ഇത്തിരി കൂടെ കളർ കുറവാണ്. എന്തായാലും ഞാനിങ്ങ് പറിച്ചെടുത്ത് ഇതിന് വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. എന്റെ മക്കളെ, നമ്മുടെ മത്തങ്ങ വലിയ മത്തങ്ങ അല്ല, കുഞ്ഞുതരം മത്തങ്ങ. പല വെറൈറ്റി ഉണ്ട്. അതും ഇവിടെ ഞാൻ ഇഷ്ടംപോലെ വെറൈറ്റികൾ കണ്ടിട്ടുണ്ട്, പല ഷേപ്പില്, പല സൈസില്. ഇത് ഞാൻ നിറയെ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് വീഡിയോ. അപ്പൊ നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് വരാം. അയ്യോ, എന്തൊരു കളറല്ലേ! ഞാൻ വിചാരിച്ച് ചിലപ്പോൾ ഇത് പൊഴിഞ്ഞു പോകുമായിരിക്കുമെന്ന്. ഞാൻ ആ പരാഗണത്തിൻ്റെ ഇതൊക്കെ ഞാൻ ചെയ്ത് വിട്ടായിരുന്നു. ഞാൻ അതിൻ്റെ പൂവ് എന്നുള്ളത് ആൺപൂവിൽ നിന്ന് പെൺപൂവിലേക്കൊക്കെ മാറ്റി വിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൊഴിഞ്ഞു പോകാതെ സംഭവം നമുക്ക് റെഡിയായി കിട്ടി കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. കുറച്ച് ദിവസം കൂടെ ഞാനിത് വീട്ടിനകത്ത് തന്നെ വെക്കും. മാസങ്ങളോളം ഇരിക്കും ഈ മത്തങ്ങ. മാത്രം കേട് വരത്തില്ല കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, മുഴുവനോട് അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഞെടുപ്പോട് കൂടി ഒന്നും ആകത്തില്ല കേട്ടോ. കുറച്ച് ദിവസം കൂടി ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ ഞാൻ ഒരെണ്ണം കറി വെച്ചിട്ട് ഒരെണ്ണം എടുത്ത് മുറിച്ച് ഫ്രീസറിലാക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇവിടെ എന്തൊരു വിശേഷമെന്ന് അറിയാമോ? ഇപ്പോൾ ഇതിനൊക്കെ എന്തൊരു വിലയാണെന്നറിയാം. എവിടെ ചെന്നാലും ഇപ്പം മത്തങ്ങയെ കാണാനുള്ളൂ. 31 വിശേഷത്തിന് ഇവിടെ ഈ ഒക്ടോബർ 1 മുതൽ എല്ലാവരുടെ വീടുകളുടെ മുമ്പിലും എല്ലാ ഗാർഡനിലൊക്കെ ഇങ്ങനെ വെക്കാൻ തുടങ്ങി. നമ്മൾ വെക്കത്തില്ല, എന്നാലും ബാക്കിയുള്ളവരെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ ഈ മത്തങ്ങയ്ക്ക്. അത് ചെറുതും വലുതും എല്ലാത്തിനും ഡിമാൻഡ്. ഇതിൽ കുറേ അവർ പിച്ച കണ്ണും മൂക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ എല്ലാവരും വെക്കുന്നത്. കണ്ണ് കിട്ടാതിരിക്കാനും അല്ലാത്തതിനും എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാത്തിനും ഇവർ ഈ മാസം മുഴുവൻ പമ്പിനാണ് ഉപയോഗിക്കുന്നത്. അത് കാണാനും വലിയൊരു വിശേഷമാണ്. തണുപ്പാണോ മഴയാണെന്നൊന്നും അറിയത്തില്ല. മഴയില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, അങ്ങനെ പോകാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മഴയായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ പിള്ളേരെയും കൊണ്ട് ഓരോ വീടുകളായിട്ട് പോകും. എന്നാലും നമുക്കത് കാണാതിരിക്കാനും പറ്റത്തില്ല. തണുപ്പാന്ന് പറഞ്ഞാലും പോകും. ഇഷ്ടംപോലെ ചോക്ലേറ്റ്, കിലോ കണക്കിൽ ചോക്ലേറ്റ് കിട്ടും കേട്ടോ. ബിസ്ക്കറ്റും ചോക്ലേറ്റ് പല വെറൈറ്റികൾ. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് പിള്ളേർ വാങ്ങിച്ചിട്ട് വന്നോളൂ. അവർക്കതൊരു സന്തോഷം. നമ്മൾ പിന്നെ പോടിങ്ങനെ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഓരോരുത്തർക്ക് നിറയെ ലൈറ്റ് സെറ്റിങ് നിറയെ കൊടുക്കും കേട്ടോ. ഓരോ മാസങ്ങൾക്ക് ഇവിടെ ഓരോ വിശേഷങ്ങളാണ്. ഇപ്പോൾ ഈ ഹാലോവിൻ്റെ കഴിയുമ്പോഴേ അടുത്ത് അങ്ങോട്ട് തുടങ്ങും. അങ്ങനെ ഓരോ സീസണും ഇവിടെ ഭയങ്കര എൻജോയ് ചെയ്യും എല്ലാവരും കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും അമ്മക്കിളിയെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം. മറന്നു പോകരുത് കൂട്ടുകൂടാൻ കേട്ടോ. ഇത് ഷെയറും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണേ എല്ലാവരും.